ഇന്ന് കുട്ടികളെ ഫ്രണ്ട്സായിട്ട് കരുതണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള മാതാക്കളോട് ചോദിക്കുന്നുണ്ടെന്നും തോന്നരുത്. നിങ്ങൾ നിങ്ങളുടെ പെൺമക്കൾക്ക് മുത്തം കൊടുത്തിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? എല്ലാറ്റിലും A+ കിട്ടുമ്പോൾ കൊടുക്കുന്നതല്ല മുത്തം. നന്നായി ഒരു ആംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോഴും കുട്ടികൾക്ക് മുത്തം കൊടുക്കാവുന്നതാണ്. വീട്ടിൽ നിന്ന് 2 ദിവസത്തേക്ക് പുറത്തേക്ക് പോകുമ്പോഴും കൊടുക്കാവുന്നതാണ്. കുട്ടി ഒരുങ്ങിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് സ്കൂളിലേക്ക് പോകുമ്പോഴും ഇത് കൊടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടുകാരായി വളരട്ടെ. ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും മനോഹരമായ ഭാവമാണ്. അതിനാരും ശാഠ്യം പിടിച്ച് നിൽക്കണ്ട. ചില അധ്യാപകർ പറയാറുണ്ട്, സിറാജും ഒരു അധ്യാപകനാണ്, അദ്ദേഹം പറഞ്ഞ കാര്യമല്ല പറഞ്ഞത്. അധ്യാപകർ പറയാറുണ്ട്, എന്നെ കാണുമ്പോഴേക്ക് കുട്ടികളെല്ലാവരും ക്ലാസ് റൂമിലേക്ക് പേടിച്ച് കയറും. ഇദ്ദേഹം എന്താ കരടിയാണോ? മൃഗശാലയിൽ നിന്ന് ഒളിച്ചോടിയ? അധ്യാപകരെ കാണുമ്പോൾ കുട്ടികൾ എങ്ങനെ ആവേണ്ടത്? ഞാനും ഒരു അധ്യാപകനാണ്. ഞാൻ അഹങ്കാരമില്ലാതെ പറഞ്ഞോട്ടെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നേ വരെ ഒരു കുട്ടിയെയും എൻ്റെ വിദ്യാർത്ഥികളെ ഞാൻ അടിച്ചിട്ടില്ല. അപ്പോൾ ബ്രിട്ടൻ KMCCയുടെ പ്രസിഡൻറ്റ്, അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഓസ്ട്രേലിയൻ KMCCയുടെ പ്രസിഡൻറ്റ്, ഇതെല്ലാം എൻ്റെ വിദ്യാർത്ഥികളാണ്. ഞാൻ അവകാശപ്പെടില്ല. അവരോട് ആരോടും നിങ്ങൾക്ക് ചോദിക്കാം, ഒരടി പോലും ഞാൻ കൊടുത്തിട്ടില്ല. കാരണം അടിക്കാതെയും കുട്ടികളെ വളർത്താവുന്നതാണ്. വിദ്യാർത്ഥികളെങ്ങനെ കാണുമ്പോഴേക്ക് പേടിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് പോകരുത്. മദ്രസാധ്യാപകരും അത് ശ്രദ്ധിക്കണം. ഇവിടെ അവർ അധികം ഉണ്ടാവില്ല. സ്റ്റേറ്റ് തലത്തിലൊരു സമ്മേളനം വരുന്നുണ്ട്, വരുന്ന 8-ാം തീയതി എറണാകുളത്ത് വെച്ച്, കായംകുളത്ത് വെച്ച്. അതിൽ ഞാനത് സംസാരിക്കുന്നുണ്ട്. അടിച്ചുകൊണ്ടല്ല മക്കളെ, പക്ഷേ അടിയെ പേടി വേണം അവർക്ക്. അടി വേണ്ടാന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ അടിക്കെതിരല്ല, പക്ഷേ 10 വയസ്സ് കഴിയാതെ അടിയിലേക്ക് പോകരുത്. ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കുട്ടി അടി വരുമ്പോൾ കൈകൾ വറക്കുന്നതും കണ്ണുകൾ ഒലിക്കുന്നതും നമ്മൾ കാണും. തീരെ അടി കിട്ടാത്ത കുട്ടികളുടെ പേടി എന്നും അടി കിട്ടുന്ന കുട്ടികൾക്കുണ്ടാകില്ല. കാരണം ഉമ്മാൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടി അതിൻ്റെ അരസം തീർന്നിട്ട് പണ്ടത്തെ തള്ളാർ പറഞ്ഞ പോലെ ആ സാധനങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല എന്നുള്ള കോലത്തിലേക്ക് ആ കുട്ടികളാവുകയാണ്. നേർച്ച അടിക്കാതെ ഭയപ്പെടുത്തിയിട്ടും സ്നേഹിച്ചിട്ടും കൊണ്ടുവരണം. ഇത് മക്കൾ വളർത്തേണ്ടുന്ന ശൈലിയാണ്. 7 വയസ്സ് വരെ മക്കളെ നന്നായി കളിപ്പിക്കണം. 7 വയസ്സ് വരെ ദയവ് ചെയ്ത് അക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ കാർക്കശ്യപ്പെടുത്തരുത്. നമ്മളെ നാട്ടിലെ A+ പറയുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. ഒരു യൂണിവേഴ്സിറ്റിയുടെ അരികിൽ നിന്നിട്ടാണ് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് യൂണിവേഴ്സിറ്റിയിലും പരിപാടിക്ക് വരുന്നതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ A+ അതൊരു ഫിറ്റായ A+ അല്ല. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, പല അക്കാഡമീഷ്യൻസും പറയുന്നതാണ്. കാരണം നല്ല പാട്ടുകാർക്ക് ഇവിടെ A+ ഇല്ല, നല്ല പ്രഭാഷകർക്ക് ഇവിടെ A+ ഇല്ല. ചെറിയ കുട്ടികളിലുണ്ടാവുമല്ലോ പ്രഭാഷകർ. നല്ല വരക്കാർക്ക്, നല്ല ചിത്രകാരന്മാർക്ക് ഇവിടെ A+ ഇല്ല. നല്ല ഓർഗനൈസർക്ക് ഇവിടെ A+ ഇല്ല. നല്ല ലീഡർഷിപ്പുള്ള കുട്ടിക്ക് ഇവിടെ ലീഡർഷിപ്പ് ഇത് A+ ഇല്ല. നന്നായിട്ട് ഹൈ ജമ്പും ഓടുകയും ചെയ്യുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷനുള്ള കുട്ടിക്ക് ഇവിടെ A+ ഇല്ല. ഇവിടെ ആകെ A+ ഉള്ളത് ആർക്കാ? 2-2.5 മണിക്കൂർ കൊണ്ട് ബുദ്ധിയിലുള്ളത് മുഴുവൻ എത്രയും പെട്ടെന്ന് പേപ്പറിൽ പകർത്തിയവർക്ക് മാത്രമാണ് നമ്മുടെ നാട്ടിലെ A+. ഞാനതിനെ കൊച്ചാക്കുകയല്ല. പക്ഷെ ആ ദിവസം കുട്ടിക്കൊരു പനി വന്നാലോ, 1 വർഷം മുഴുവനും പഠിച്ച് അവസാന എക്സാമിൻ്റെ അന്നൊരു പനി വന്നാൽ A+ കിട്ടേണ്ടുന്ന കുട്ടിക്ക് A+ നഷ്ടപ്പെട്ടു പോകും. ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാക്കാനാണ് ഇപ്പോൾ വീക്കിലി ഇവാലുവേഷൻ നടത്തുന്നത്. വീക്കിലി ഇവാലുവേഷനെ കുറിച്ച് നമ്മൾ 10 കൊല്ലം മുമ്പ് സംസാരിച്ചു കൊണ്ടിരുന്നതാണ്. ഓരോ വീക്കിലും കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ കുട്ടി അവസാനം പരീക്ഷ എഴുതിയില്ലെങ്കിൽ പോലും ആ കുട്ടിക്ക് എന്ത് കിട്ടും? A+ കിട്ടും. കാരണം ആ കുട്ടിയെ ടോട്ടലി ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ആ A+ കൊടുക്കുന്നത്. അല്ലാതെ 2 മണിക്കൂർ കൊണ്ട് മാത്രമല്ല ഇത് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ A+ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് ഐതിഹാസികത തീർക്കുന്ന കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. എനിക്കറിയാം, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഉന്നതനായൊരു വിദ്യാർത്ഥി, അവന് വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലൈസ്ഡായി, 5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഈ പറയുന്ന എക്സാമിൻ്റെ സമയത്ത് എല്ലാറ്റിലും അന്ന് ഡിസ്റ്റിങ്ഷനാണ്. 480 മാർക്ക് കിട്ടേണ്ടുന്ന ആ കുട്ടിക്ക് ആബ്സെൻ്റ് എന്നാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേജിൽ കാണുക. എന്തൊരു ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ. എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടെന്നല്ലേ ഈ പറഞ്ഞത്. പഠിച്ച് അവസാനം എക്സാമിൻ്റെ സമയം വന്നപ്പോൾ, പനി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ SSLCയുടെ ആദ്യത്തെ പേജിൽ AB എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയ ആബ്സെൻ്റ് എന്ന് പറയുന്ന ഒരൊറ്റ പേജാണ്. ആ പേജും കൊണ്ട് ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്നാൽ ഇവൻ ആബ്സെൻ്റ് ആണ് എന്നാണ് ആദ്യം കാണുക. ആ കുട്ടിയുടെ ദുരന്തം എത്രയായിരിക്കും? ഞാൻ പറഞ്ഞു വരുന്നത്, കേവലം കുട്ടികൾക്ക് മാർക്ക് മാത്രമല്ല നമ്മൾ കൊടുക്കേണ്ടത്. പകരം നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാത്ത പോലെയാണ് നമ്മുടെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാതാക്കൾ ഓരോരുത്തരും ചോദിക്കും, നമ്മുടെ കുട്ടിക്കെന്ന് 17 വയസ്സായി, നമ്മുടെ പെൺകുട്ടിക്കെന്ന് 18 വയസ്സായി, എത്രയാണ് നമ്മൾ ഉമ്മ കൊടുക്കുന്നത്? ഇവിടെ മരുമക്കളായ ആൾക്കാർ ഒരുപാട് ഇരിക്കുന്നുണ്ടാവും. എത്ര പറഞ്ഞാലും തീരില്ല. പക്ഷേ ഒന്നും കൂടി പറഞ്ഞോട്ടെ, ആ മരുമക്കൾക്ക് ഇതേവരെ ഒരു മുത്തം പോലും കൊടുക്കാത്ത അമ്മായിമ്മമാരിതാ ഈ സദസ്സിലിരിക്കുന്നുണ്ടാവും. ഞാൻ കുറ്റപ്പെടുത്തല്ല. അമ്മായിമ്മമാരെ
നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ഇതിലിപ്പോൾ മരുമക്കളിരുന്ന് ചിരിക്കുകയാണ്, എൻ്റെ അമ്മായിമ്മ അതിൽ പെട്ടതാണ് കേട്ടോ എന്ന്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അമ്മായിമാർക്ക് മുത്തം കൊടുക്കാത്ത ആൾക്കാർ ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ടാവും. അമ്മായിമാർക്ക് കാണ്ടും കിട്ടണമല്ലോ മുത്തം. അതിനൊന്നും പറ്റിയ അമ്മായിമല്ല സാറേ എൻ്റെ അമ്മായിമാന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാവും. പറ്റിക്കലാണ്. പറ്റിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ പറ്റിക്കലല്ല കേട്ടോ. അതാണ് അമ്മായിമ്മയെ അങ്ങനെ ആക്കി മാറ്റലാണ്, ഫ്രണ്ട്സായി മാറലാണ്, നമ്മുടെ മക്കളോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവലാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയമുണ്ടാകലാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പ്രണയമുണ്ടാകണം. ഇതിൽ എത്ര പേർക്ക് പ്രണയം അറിയാം? അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയിച്ചവർക്ക് മാത്രം അറിയാവുന്നൊരു വികാരമാണ്. അതിൽ 1000 PhD എടുത്താലും അതറിയില്ല വേറുള്ളവർക്ക്. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയമുണ്ടാകണം. ആ പ്രണയം മക്കളിലേക്ക് വികസിക്കും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതാ എടുത്തിട്ടൊന്നിങ്ങനെ ഒരു അപ്പക്കഷ്ണം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ മക്കളിങ്ങനെ ഒരു നോട്ടുണ്ടാവും. പക്ഷെ ആ നോട്ടത്തിലറിയാം എൻ്റെ ഉമ്മയും ഉപ്പയും തമ്മിൽ വല്ലാത്ത സ്നേഹത്തിലാണ്. ഈ ഒരു രൂപത്തിലായിരിക്കണം നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത്. കുട്ടികളെ ആനയായി കളിപ്പിച്ച എത്ര പിതാക്കന്മാരുണ്ടാവും ഇവിടെ. രസകരമായൊരിത് എന്തെന്ന് വെച്ചാൽ, മാതാക്കൾ എന്ന് പറഞ്ഞാൽ മക്കളെ ഒക്കത്താ വെക്കുക. നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ, ഇത് മലപ്പുറത്തിൻ്റെ ഭാഗം തന്നെയല്ലേ? അത് കോഴിക്കോടാ മലപ്പുറം. കറ്റത്തിൽ ഇങ്ങനെ വെക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഫിലോസഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. ഞാൻ കാണുന്നതെല്ലാം എൻ്റെ കുട്ടി കാണട്ടെ, ഞാൻ അനുഭവിക്കുന്നതെല്ലാം ഈക്വലാണ്. കാരണം കുട്ടിയെ എങ്ങനെ ഈക്വലായിട്ടാണ് കൊണ്ടെടുക്കുക. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കലാണ്. ഞാൻ കാണുന്നതെല്ലാം എൻ്റെ മോള് കാണട്ടെ, ഞാൻ അനുഭവിക്കുന്നതെല്ലാം എൻ്റെ കുട്ടി കാണട്ടെ. പക്ഷേ പിതാക്കന്മാരെ ഞാൻ അധികരിച്ച് പറയല്ല, എന്നാലും ഞങ്ങൾ പിതാക്കന്മാർ കുട്ടികളെ പൊതുവെ വെക്കാറുള്ളത് ഇവിടെയാണ്. ഇങ്ങനെ തോളത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോവുക. അതിനൊരർത്ഥമുണ്ട്. പ്രവാസികൾക്ക് വേണ്ടി പറഞ്ഞോട്ടെ, ഞാൻ കാണാത്തതും എൻ്റെ കുട്ടി കാണട്ടെ, എനിക്ക് കാണാൻ പറ്റാത്തതും എൻ്റെ മോൻ കാണട്ടെ, എൻ്റെ മോള് കാണട്ടെ. അതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ തോളത്തിരുത്തിയിട്ട് ഞാൻ പോലും കാണാത്ത കാഴ്ച മോനെ നീ കണ്ടോ എന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ മക്കളും നമ്മളെക്കാൾ ഉയർന്നു പോകണമെന്ന മോഹമുണ്ട് നമുക്ക്. നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരും നമ്മളെക്കാൾ ശക്തരും നമ്മളെക്കാൾ എല്ലാ അർത്ഥത്തിലും പേഴ്സണാലിറ്റിയുള്ള കുട്ടികളാകണം നമ്മുടെ മക്കളെന്ന് നമുക്ക് മോഹമുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അകന്നു പോകുന്നതിൻ്റെ കാരണം ഒന്നാമത്തത്, കുട്ടികൾക്ക് സ്നേഹം എന്തെന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവർക്ക് സ്നേഹം കൊടുക്കുന്നത് ആരാ? അയൽവാസി കുട്ടികളാണ്. അയൽവാസി കുട്ടികൾ നേരെ പോകുന്നു, എന്നിട്ട് അവനെ വിളിക്കുന്നു, നേരെ ഇപ്പുറത്തിരിക്കുന്നു. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ രക്ഷിതാക്കളോടൊന്നും കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ഇത് കളിക്കാറുണ്ട്. അല്ല, എന്താ പറയുക, കളിക്കല്ല, ഒരു പരിപാടി നടത്താറുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ബർത്ത്ഡേ,